ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ടിപ്സ് സംഘത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ്. ആ ടിപ്സ് എന്തൊക്കെയാണെന്നൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു ഫ്ലാസ്ക്കാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഒരു ഫ്ലാസ്കെങ്കിലും ഇല്ലാതിരിക്കില്ല. കാരണം നമുക്ക് ചായയും കാപ്പിയും ഒക്കെ ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലാസ്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ഫ്ലാസ്കിനുള്ളിലെ ഒരു ദുർഗന്ധം അല്ലെങ്കിൽ ഒരു വല്ലാത്ത ഒരു സ്മെല്ല് നമുക്ക് കളയാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പം ഡെയിലി നമ്മളിത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തുനിന്നൊരു സ്മെല്ല് വരാറുണ്ട്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെറിയ ചൂടുള്ള വെള്ളം തന്നെ എടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അഥവാ സോഡാപ്പൊടിയാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഫ്ലാസ്ക് അടച്ചിട്ട് നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഉൾഭാഗം മൊത്തമാകും. ഇതേപോലൊക്കെ നല്ല പോലൊക്കെ ഒന്ന് കുലുക്കിയെടുക്കണം. അതിനുശേഷം നമ്മളിതൊരു 10-15 മിനിറ്റ് ഇതുപോലൊക്കെ ഒന്ന് മാറ്റി വെക്കുക. അടച്ച് തന്നെ മാറ്റി വെക്കണം. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇതെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇത് ഒഴിച്ച് വെച്ചിട്ടൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നെടുക്കാം. തുറന്നെടുത്തതിന് ശേഷം ഈ വെള്ളം നമുക്ക് കളയാവുന്നതാണ്. അപ്പോൾ ഇതാ വെള്ളം ഞാൻ കളഞ്ഞിട്ടുണ്ട്. കളഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ഒരു ഫ്ലാസ്കിലേക്ക് ചെറു ചൂടുവെള്ളം ഒന്നൊഴിച്ച് ഒന്നുകൂടെ കഴുകി നമുക്ക് കളയാം. നല്ല പോലൊക്കെ ഇതേപോലെ ഒന്ന് കുലുക്കിയെടുത്തതിന് ശേഷം നമുക്കിത് കളയാവുന്നതാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഫ്ലാസ്ക് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തെ ആ ഒരു ദുർഗന്ധം മാറി നല്ല ഫ്ലാസ്ക് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. എത്ര വേവാത്ത അരിയും നമുക്ക് കുക്കറിനകത്ത് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണിത്. നമ്മൾ സാധാരണ ജയരിയൊക്കെ ആണെങ്കിൽ വെന്ത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിനായിട്ട് ഞാനിവിടെ ജയരി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് തലേ ദിവസമേ ഞാൻ വെള്ളത്തിൽ കുതിരാനിട്ട് വെച്ചതാണ്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഇത് കഴുകു വാരി ഒന്നെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരിയെല്ലാം ഒന്ന് കഴുകി വാരിയിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ജയരി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വെന്ത് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിവിടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു പിടിയുടെ ഈ ഒരു ഭാഗമില്ലേ അവിടെ വരെ നമുക്ക് വെള്ളം ഒഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഡയബറ്റിക്കിൻ്റെ പ്രശ്നമുള്ളവർ ഇത് ദിവസം ശീലമാക്കരുത്. നമ്മൾ വല്ലപ്പോഴും മാത്രമേ ശീലമാക്കാവുള്ളൂ. കാരണം ഡയബറ്റിക്കിൻ്റെ പ്രശ്നമുള്ളവർക്കാകുമ്പോൾ ഇതിൻ്റെ ഈ സ്റ്റാർച്ച് ഫുള്ളും നമ്മുടെ ഈ ഒരു ചോറിനകത്ത് തന്നെ കിടക്കും. നമ്മൾ സാധാരണ ചോറ് വേവിക്കുന്ന പോലെ, പ്രത്യേകിച്ച് ഓഫീസിലൊക്കെ പോയി ഡയബറ്റിക്കിൻ്റെ പ്രശ്നമൊന്നുമില്ല. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 4-5 വിസിലൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ 4ാമത്തെ വിസിലാണ് വരുന്നത്. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട്. ഞാനിവിടെ ആവി പോയതിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് നമ്മുടെ ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ ആ ഒരു വിസിൽ ഊരിയതിന് ശേഷം നമുക്ക് കമത്തിയിട്ട് വാർത്തെടുക്കാം. പക്ഷേ ഞാൻ അങ്ങനെയല്ല വാർത്തെടുക്കുന്നത്. ഞാനിനി ഇതൊരു കലത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചോറ് ഞാനിവിടെ കലത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിത് ചൂടാക്കുക ഒന്നും വേണ്ട. ചോറ് നന്നായിട്ട് വെന്തത് കാരണം നമുക്ക് വാർത്തെടുക്കാം. പിന്നെ ചിലരുണ്ട് ചോറ് ഇതുപോലെ തന്നെ വറ്റിച്ച് കഴിക്കുന്നവരുണ്ട്. വെള്ളം ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കഴിക്കാം. പക്ഷേ അത് നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഇനി ഇത് നമുക്ക് ഡയറക്റ്റ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വാർത്തെടുക്കാവുന്നതാണ്. ഒരു പക്ഷേ നിങ്ങളിത് കുക്കറിൽ വേവിച്ച് ചോറ് കുറച്ചുകൂടെ വേവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഫ്ലെയിം ഓണാക്കി കൊടുത്ത് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ വാർക്കാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഒരുപാട് ചോറ് വെന്ത് പോയെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചോറ്, നല്ല കല്ല് പോലെ ഇരിക്കുന്ന ചോറ് നമുക്ക് കിട്ടും. എനിക്കിപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഇനി ഇത് വാർത്തെടുക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വാർത്ത് കുറച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ ഒന്നെടുത്തതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചോറൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണമെങ്കിൽ മാത്രമേ ആ വെള്ളം ഒന്ന് ചെറുതായിട്ടുള്ളത് വറ്റിയെടുക്കത്തുള്ളൂ. ഇതാ കണ്ടില്ലേ, നമ്മളല്ലാതെ വെക്കുന്ന ചോറ് പോലൊക്കെ തന്നെ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമാണ് സിങ്ക് ബ്ലോക്ക് ആകുക എന്നുള്ളത് അല്ലേ. കൂടുതലായിട്ട് സിങ്ക് ബ്ലോക്ക് ആകാനുള്ള കാരണം നമ്മൾ കഴിക്കുന്ന പാത്രങ്ങളൊക്കെ കഴിയതിന് ശേഷമുള്ള ഭക്ഷണ അവശിഷ്ടങ്ങളെല്ലാം ഇതിൽ തടഞ്ഞുകൂടി ഇതുപോലൊക്കെ വരാറുണ്ട്. അങ്ങനെ ആ ഒരു വാൽവ് ബ്ലോക്ക് ആവുന്നതാണ്, ഭക്ഷണ സാധനങ്ങളൊക്കെ അടിഞ്ഞുകൂടി ആ വാൽവ് ബ്ലോക്ക് ആകുമ്പോഴാണ് നമ്മുടെ ഈ സിങ്കിൽ കൂടെ വെള്ളം പോകാൻ ബുദ്ധിമുട്ടുള്ളത്. അപ്പം നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാവുന്ന 2-3 ടിപ്പാണ് ഞാനിവിടെ കാണിച്ചത്. ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലിരിക്കുന്ന അഴുക്കുകളെല്ലാം അതുപോലെ വേസ്റ്റ് ഒക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നല്ല തിളച്ച വെള്ളം നമ്മൾ കുറേശ്ശെ ഈ ഒരു സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ വാൽവിൽ ബ്ലോക്ക് ആയിട്ടുള്ളതെല്ലാം മാറി കിട്ടും. നല്ല തിളച്ച വെള്ളം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. അപ്പം അതുപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഇത് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പം വെള്ളം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഇപ്പോൾ 1 കപ്പ് വെള്ളമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് 2-3 കപ്പ് വെള്ളം ഇതുപോലെ നല്ല വെട്ടി തിളച്ചതിന് ശേഷം എടുത്ത് ഒഴിക്കാവുന്നതാണ്. അടുത്ത ടിപ്പെന്ന് പറയുന്നത്, നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ എത്രമാത്രം ബേക്കിംഗ് സോഡ എടുക്കുന്നോ അതേപോലൊക്കെ തന്നെ അതേ അളവിൽ നമുക്ക് കുറച്ച് കൂടുതലും കൂടി വിനാഗിരിയും ചേർക്കാവുന്നതാണ്. അതിന് ശേഷം ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. രണ്ടും തുല്യ അളവിൽ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇപ്പം നമ്മൾ 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വിനാഗിരി കുറച്ച് കൂടി നിന്നാലും കുഴപ്പമില്ല. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ സിങ്കിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വാൽവിൻ്റെ ബ്ലോക്കെല്ലാം മാറി ഈ സിങ്കിലൂടെ വെള്ളം പെട്ടെന്ന് പോകുന്നതായിരിക്കും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ ഇതുപോലെ പൈപ്പൊന്ന് തുറന്നിട്ട് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ 2 ടിപ്പും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന 2 ടിപ്പാണ്. എനിക്ക് ഇവിടെ ബ്ലോക്ക് ആവുന്ന സമയത്തെല്ലാം ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, വെള്ളം കെട്ടിക്കിടക്കുന്നില്ല, മറ്റേ വെള്ളം കെട്ടിക്കിടക്കുമായിരുന്നു. അപ്പോൾ ഈ 2 ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചൂട് സമയത്ത് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യാറുണ്ടെങ്കിൽ നമ്മളെല്ലാവരും നാരങ്ങാ വെള്ളം കുടിക്കാൻ വളരെയധികം ആഗ്രഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരുമാണ് ഇല്ലേ. നമുക്ക് നാരങ്ങാ വെള്ളം കുടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആ ശരീരത്തിന്റെ ക്ഷീണമൊക്കെ പോകാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പം നമ്മൾ നാരങ്ങ ഇതുപോലൊക്കെ പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതിൽ കുറച്ചൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളത് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെക്കാറുണ്ട്. അതല്ല എങ്കിൽ നാരങ്ങയുടെ തോട് പലതിനും നമുക്ക് വളരെയധികം യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതിൽ ധാരാളം സിട്രിക് ആസിഡ് ആണ് അടങ്ങിയിരിക്കുന്നത്. അത് കാരണം ക്ലീനിങ്ങിനും ഒരു ബ്ലീച്ചിങ് ഏജന്റായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ബാക്കി വരുന്ന ഇത് ഫ്രിഡ്ജിനകത്ത് നമുക്ക് നോക്കുമ്പോൾ ഇതുപോലെ ഉണങ്ങി കൊട്ടനടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. സാധാരണ നമ്മളിത് വെളിയിലോട്ടെടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഒരിക്കലും കളയില്ല. അപ്പം ഞാൻ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച ഫ്രിഡ്ജിനകത്ത് കിടന്ന കുറേ നാരങ്ങയുടെ തോടും അതുപോലൊക്കെ തന്നെ ഇത് ഞാൻ വെയിലത്ത് വെച്ച് നന്നായിട്ട് വെയിലുള്ള സമയങ്ങളിൽ ഉണക്കിയെടുത്തതുമാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അതിൽ 1-2 ടിപ്പ് ഞാനിവിടെ ഇപ്പോൾ കാണിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റിൽ ഞാൻ ഇതിൽ നിന്ന് നല്ലപോലെ ഉണങ്ങിയ 3-4 നാരങ്ങയുടെ തോട് ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. 2 നാരങ്ങയുടെ തോടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാനിവിടെ ഇപ്പം ഈ ഒരു സിങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതിൻ്റെ ബാക്കി വെള്ളം ചൂടായതാണ്. അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിന് നല്ല ചൂടുണ്ട്. ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് വെട്ടിത്തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെട്ടിത്തിളച്ച് ഒരു 2-3 മിനിറ്റ് ഇതിനകത്ത് കിടക്കുമ്പം ഇതിൻ്റെ ആ എസൻസ് എല്ലാം ഇതിനകത്ത് ഇറങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഈ വെള്ളം തിളച്ചപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ആ നാരങ്ങയുടെ ഒരു നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ എസൻസൊക്കെ ഒന്ന് ഇളകിയിട്ടുണ്ട്. ഇത് ഈ വെള്ളത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തതിന് ശേഷം ഇത് തണുക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതൊന്ന് ആറി വന്നിട്ടുണ്ട്. ഞാൻ അതിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു എസൻസ് എല്ലാം ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നാരങ്ങയുടെ ഒരു നല്ല മണമാണ് ഇപ്പം നമുക്ക് ഈ ഒരു വെള്ളത്തിന്. അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ ഫസ്റ്റിൽ യൂസ് ചെയ്യുന്നത് ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ചൊന്ന് എടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സിങ്കിൽ ഒഴിക്കാനാണ്. ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരും അതുപോലെ തന്നെ പുറത്തോട്ടൊക്കെ നമ്മൾ ചിക്കനും മീനും ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് കളയാനൊക്കെ പറ്റാതെ വരുന്നവരും വെള്ളം ഇതിൽ ഒഴിക്കുന്നവരും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ ഒരു ഇറച്ചിയുടെയും മീനിൻ്റെയും ഒന്നും സ്മെല്ലുണ്ടാവാതിരിക്കാൻ ഈ ഒരു നാരങ്ങാ വെള്ളം ഇതേപോലൊക്കെ നമ്മൾ ഇതുപോലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതേപോലെ ഒഴിച്ച് സിങ്കിനകത്ത് കൊടുത്തു കഴിഞ്ഞ് ഒരു 5-10 മിനിറ്റിന് ശേഷം പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകിക്കഴിഞ്ഞാൽ ആ ഒരു ചിക്കൻ്റെ ആ ഒരു മീനിൻ്റെ ഒന്നും ഒരു സ്മെല്ലും ഉണ്ടാവത്തില്ല. ഈ ഒരു നാരങ്ങയുടെ നല്ല മണമായിരിക്കും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യുക. ബാക്കിയുള്ള വെള്ളം കൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു നാരങ്ങ നമ്മളങ്ങ് എടുക്കുന്നുണ്ട്. എടുത്തതിന് ശേഷം ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്കൊന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്.
ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ അഥവാ സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഏത് ഡിഷ് വാഷാണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ഇപ്പോൾ വെള്ളം കുറച്ച് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാനിവിടെ ഒരു 2 തുള്ളി ഡിഷ് വാഷാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലൊക്കെ ആക്കി സ്റ്റോർ ചെയ്ത് ഒരു 2-3 ദിവസം വെക്കാവുന്നതാണ്. ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മീനും ഇറച്ചിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പാത്രത്തിലൊക്കെ ഒരു ചെറിയ സ്മെല്ലുണ്ടാവും. അപ്പം നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാൽ നമ്മുടെ ആ പാത്രത്തിലെ ആ സ്മെല്ലൊക്കെ പോയി പാത്രം നല്ല ക്ലീൻ ആവുകയും ചെയ്യും. പ്രത്യേകിച്ചും അറിയാമല്ലോ, നാരങ്ങ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലീച്ചിങ് ഏജന്റാണ്. അതുപോലെ തന്നെ സോഡാപ്പൊടി അഥവാ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ അണുക്കൾ നശിക്കാനും ക്ലീനിങ്ങിനും എണ്ണമയം ഒക്കെ ഉള്ളത് കരി പിടിച്ച പാത്രങ്ങളൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാനും നല്ലതാണ്. പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡിഷ് വാഷാണ്, അത് ക്ലീനിങ്ങിന് വളരെയധികം നല്ലതാണ്. അപ്പം നിങ്ങൾ ഇത് ഉപയോഗിച്ച് നിങ്ങളുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകുക, സിങ്കൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അതുപോലെ പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈൽസ് ഒക്കെ ആണെങ്കിൽ, ഇവിടെ ഇപ്പോൾ ടൈലില്ല, മാർബിളാണ്, അത് കാരണമാണ് ഞാൻ ചെയ്ത് കാണിക്കാത്തത്. ടൈൽസ് ഒക്കെ ആണെങ്കിൽ ഇത് വെച്ച് നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് തൊട്ടാൽ മതി, നമുക്ക് നല്ല വെട്ടിത്തിളങ്ങും ടൈൽസൊക്കെ. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.